ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലേറ്റായി, അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ലേറ്റായി. അങ്ങനെ ചോറൊന്നും വെക്കാനുള്ള ടൈമൊന്നുമില്ല. സാധാരണ ഞാൻ നേരത്തെ എണീക്കുന്ന, പക്ഷേ ഇന്ന് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് മൺഡേയാണ്, അതെല്ലാം മൺഡേ അങ്ങനെ തന്നെയാണ്, ഇന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എഗ് ദോശ ചൂടാന്ന്. എഗ് ദോശയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ എഗ് ദോശ വിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ലഞ്ചിനല്ല, ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ കഴിക്കും. കാരണം ഇത് പെട്ടെന്ന് കഴിച്ചിട്ടില്ലേ പിന്നെ അത് കേടായി പോകുന്നല്ല, ഇപ്പം ചൂടല്ലേ, അതുകൊണ്ട്. അപ്പം ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പം ചോറ് വെക്കാനും സമയമില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഈ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എഗ് ദോശ വിടുകയാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ എഗ് ദോശ. പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടമല്ല. എനിക്ക് നമ്മളെ സാധാരണ ഗീ ദോശയില്ലേ, നെയ് റോസ്റ്റ്, സംഭവം അതാണ് എനിക്കിഷ്ടമുള്ളൂ. അങ്ങനെ ഞാൻ വേഗം ദോശയെല്ലാം ചുട്ട് അതെല്ലാം വേഗം പാത്രത്തിൽ പാക്ക് ചെയ്ത്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഉപ്പേരി, ഒരു കറിയൊക്കെ ഉണ്ടാവും, ചോറാണ് കൊടുക്കുന്നതെങ്കിൽ. ഇതിപ്പം ദോശ ആയതുകൊണ്ട്, എഗ് ദോശ കൊണ്ട് അതിന് വേറെ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ വേഗം കൊടുത്ത്. അങ്ങനെ എൻ്റെ ആ പണികളെല്ലാം കഴിഞ്ഞ് രാവിലെ പിന്നെ കിച്ചണിൻ്റെ കാര്യം പറയണ്ടല്ലോ, എല്ലപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കണ്ടാവും രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഫുള്ള് കുറേ പച്ചക്കറികൾ. അപ്പോൾ പിന്നെ ഒരു സാമ്പാർ വെച്ച് 2 ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടില്ല, ഇത് വെള്ളരിയാണെന്ന് പറഞ്ഞ് വാങ്ങിയത്, പക്ഷേ വെള്ളരിയല്ല കക്കിരിയല്ല, അതിന് രണ്ടിൻ്റെയും നടുവിലുള്ള സാധനം. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നല്ലൊരു വറുത്ത് അരച്ച സാമ്പാറില്ല, മറ്റേ പൊടിയിട്ട സാമ്പാറല്ലാണ്ട് വറുത്തരച്ച് വെക്കുന്ന തേങ്ങ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എനിക്കുള്ള ദോശയും ചുടുന്നുണ്ട്. അപ്പോൾ ഈ രാവിലെ തന്നെ പണി കഴിച്ച് വെച്ചാൽ പിന്നെ എന്താ പറയുക, സമാധാനമായിട്ട് എടുത്തിരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ ചോറ് വെക്കണമല്ലോ, കറി വെക്കണമല്ലോ, ഇങ്ങനെ ചിന്ത ഉണ്ടാവും. അപ്പം എനിക്കിഷ്ടമുള്ള നല്ല നെയ്ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കുക. എനിക്കില്ലെങ്കിലും പഞ്ചസാര കൂട്ടി കഴിക്കുന്നതാണ് അധിക സാധനം ഇഷ്ടം. പക്ഷേ നല്ലൊരു ഹാബിറ്റല്ല, നല്ല അടിപൊളി കട്ടൻ ചെയ്യും. അപ്പം ഞാൻ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ പച്ചക്കറിയെല്ലാം മുറിച്ച് തേങ്ങ ഒക്കെ സെറ്റാക്കി, ഉള്ളിയും അപ്പോൾ തേങ്ങയെല്ലാം ഒന്ന് വറുത്ത് വെച്ച്, അപ്പോൾ അതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പണികൾ കഴിക്കാമെന്ന് വിചാരിച്ച്. അത്ര സമയമൊന്നും ആയിക്കില്ല, പക്ഷേ ഞാൻ എൻ്റെ എല്ലാ പണികളും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ എന്താ പറയുക, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ദിവസം അടിച്ച് വരി തുടച്ചാലും പൊടി ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ഒരു ദിവസം വിട്ടുപോയാൽ ഫുള്ള് പൊടി, എല്ലാത്തുമേലും മേശമേലും എല്ലാത്തുമേലും ഫുൾ പൊടിയാണ്. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം ഞാൻ ഒന്ന് കുടഞ്ഞ് മടക്കി വെച്ച്. അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഈ കാർപ്പറ്റൊക്കെ ഒന്ന് എടുത്ത് മുട്ടു. കാരണം ഞാൻ അവിടെ നിന്നാണ് നിസ്കരിക്കുക. അപ്പോൾ ദിവസം ഒന്ന് മുട്ടിയിട്ട് ഒരു സമാധാനമല്ല, ഒന്ന് ക്ലീൻ ചെയ്ത ഒരു വൃത്തിയുള്ളിടത്ത് നിന്ന് നിസ്കരിക്കണമല്ലോ. ആ സ്പേസ് അത്ര കൊണ്ടാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഉച്ചക്കത്തെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. അതായത് ഉച്ചക്ക് ചോറും നല്ല സാമ്പാറെല്ലാം വെച്ചിട്ട് അതങ്ങ് എടുക്കാൻ മറന്നു. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ച് പിന്നെ രാത്രിത്തെ പണി നോക്കി. ഞാൻ ഇന്ന് വേഗം എല്ലാ പണിയും വേഗം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചതാണ്. ഒന്ന് സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്. കുറേ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി അതിന് ശേഷമാണ് ഇതെല്ലാം കാണിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചപ്പാത്തിയാണ് ചൂടുന്നത്. അപ്പോൾ വുഡൻ സാധനത്തുമ്പോൾ പരത്തി എനിക്ക് ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ ടൈൽസുമെന്ന് പരത്തുന്നത്. ഇത് ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടാണ് തുടച്ച് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇവിടുന്ന് പരത്തുന്നത്. ഇനി എനിക്ക് വൃത്തിയില്ല എന്ന് വിചാരിക്കണ്ട. അങ്ങനെ ചപ്പാത്തിയെല്ലാം റെഡിയായി. ഞാൻ ചപ്പാത്തി ശരിക്കും നമ്മൾ തിന്നാൻ സമയത്താണ് ചൂടുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ ഇന്ന് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാമ്പാറും ഉണ്ട്, മീൻ കറിയും ഉണ്ട്. അപ്പോൾ ഏതോ ആണെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ നാളെ ഇഡ്ഡലി ചൂടാമെന്ന് വിചാരിച്ച്. അങ്ങനെ എൻ്റെ നല്ല അടിപൊളി ചപ്പാത്തിയെല്ലാം റെഡിയായി. അപ്പോൾ ഇനി ഞാൻ കെറ്റിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച്. എന്തിനാന്ന് വെച്ചാൽ ഈ സ്ക്രബും, പാത്രം കഴുകുന്ന സ്ക്രബും, പിന്നെ ഈ തുണിയെല്ലാം ഉണ്ടാവില്ലേ നമ്മൾ തുടയ്ക്കുന്ന ചെറിയ ടൈൽസൊക്കെ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. അത് ഞാൻ എന്നും ചെയ്യുന്നതാണ്. ഇതിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നും ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയായി. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 8:30 അപ്പോൾ എന്നാൽ പിന്നെ ശരി, ബാക്കി പിന്നെ കാണാം. ഓക്കെ, സോ